നമ്മുടെ രാജ്യത്ത് സൈബർ തട്ടിപ്പുകൾ പല വിധത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു പുതിയ തട്ടിപ്പ് സൈബർ ഇടത്ത് കറങ്ങി നടക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ തട്ടിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി സൈബർ പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. ചില സ്മാർട്ട് ഫോണുകളിൽ ഒറിജിൻ OS അപ്ഡേറ്റ് എന്ന വ്യാജേന അയക്കുന്ന സന്ദേശങ്ങൾ വഴി മൊബൈൽ ഫോണുകളിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യിച്ച് ഉപയോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിന്റെ രീതി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ അടിയന്തരമായി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള പോപ്പപ്പ് സന്ദേശങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഇതിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശരിയായ അപ്ഡേഷന് പകരം മാൽവെയർ അടങ്ങിയ APK ഫയലുകളാണ് ഡൗൺലോഡ് ആകുക. ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആകുന്നതോടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈകളിലെത്തും. ക്യാമറ, മൈക്രോഫോൺ, SMS, കോണ്ടാക്ട് വിവരങ്ങൾ എന്നിവയും അവർ ചോർത്തും. ഇത്തരത്തിൽ ഫോണിന്റെ നിയന്ത്രണം കൈക്കലാക്കിയ ശേഷം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. സെറ്റിംഗ്സിലെ മെനുവിലെ സിസ്റ്റം അപ്ഡേറ്റ് വഴി അല്ലാതെ ബ്രൗസർ വഴിയോ മെസ്സേജുകൾ വഴിയോ വരുന്ന അപ്ഡേറ്റ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഫോൺ ബ്ലോക്ക് ചെയ്യും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ കണ്ടാൽ അവ പൂർണ്ണമായും അവഗണിക്കുക. ഫോണിലെ ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സ് എന്ന ഓപ്ഷൻ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം. വിശ്വസനീയമായ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ മാത്രം ഫോണിൽ ഉപയോഗിക്കണമെന്നാണ് സൈബർ പോലീസിന്റെ നിർദ്ദേശം. ഇനിയിപ്പോ അബദ്ധവശാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പോയാൽ ഉടൻ തന്നെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുക. ഫോൺ സുരക്ഷാ ആപ്പുകൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അജ്ഞാതമായ ആപ്പുകൾ നീക്കുക. ബാങ്കിംഗ്, സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ മറ്റൊരു സുരക്ഷിത ഉപകരണം ഉപയോഗിച്ച് ഉടൻ മാറ്റുക. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണമെന്നും സൈബർ പോലീസ് അറിയിച്ചു.